ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും തുടച്ചു നീക്കേണ്ട സമയമായെന്ന ആഹ്വാനവുമായി IS. വീട് വൃത്തിയാക്കാൻ മാലിന്യങ്ങൾ പുറത്തുകളയും പോലെ ഹിന്ദുക്കളെ മുഴുവൻ പുറത്താക്കണമെന്നും IS മുഖപത്രമായ വോയിസ് ഓഫ് ഹിന്ദ്. ഹിന്ദു ഏകീകരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഹരിദ്വാറിലെയും ഋഷികേശിലെയും വാരണാസിയിലെയും ഹിന്ദു സന്യാസിമാരെയും ലക്ഷ്യം വെക്കണം എന്നും ആഹ്വാനം. CG ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ISIS മുഖപത്രമായ വോയിസ് ഓഫ് ഹിന്ദിന്റെ 24-ാം ലക്കത്തിലാണ് UPയിലെ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വന്ന ലേഖനത്തിലാണ് രൂക്ഷമായ വിമർശനങ്ങളും ഹിന്ദുക്കൾക്കെതിരായ ആഹ്വാനങ്ങളും ISIS നടത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും തുടച്ചു നീക്കേണ്ട സമയമായി എന്നാണ് ഈ ലേഖനത്തിലൂടെ IS ആഹ്വാനം ചെയ്യുന്നത്. വീട് വൃത്തിയാക്കുമ്പോൾ മാലിന്യങ്ങൾ പുറത്തു കളയുന്നത് പോലെ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും തുടച്ചു നീക്കാനുള്ള സമയമായി. ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ, അത് ഉദ്യോഗസ്ഥ തലത്തിലും അങ്ങനെ പല സ്ഥാപനങ്ങളുമായി ഒക്കെ ജിഹാദിന് തയ്യാറായ മുസ്ലിം സഹോദരങ്ങൾ അവർ തക്കം പാർത്തിരിക്കുകയാണ്. അത് എല്ലാ ഹിന്ദുക്കളും ഓർത്തിരിക്കണം. മാത്രമല്ല, ഹിന്ദു ഏകീകരണത്തിന് നേതൃത്വം നൽകുന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം ഇന്ത്യയിലെ പ്രമുഖരായ സന്യാസി ശ്രേഷ്ഠന്മാരെയെല്ലാം ലക്ഷ്യം വെക്കണം. പരസ്യമായി ഇപ്പോൾ BJP മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ട്, മുസ്ലിങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന ആഹ്വാനമാണ് പ്രധാനമായും ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഭാരതത്തിന്റെ പല മേഖലകളിലും ഭാരതത്തെ തകർക്കാൻ തയ്യാറായി ജിഹാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിന്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമാണ് ഇത്. ഹിന്ദുക്കൾക്ക് പച്ചക്കറി മുറിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ മുസ്ലിം എന്ന ഉറങ്ങിക്കിടന്ന സിംഹത്തെ നിങ്ങൾ ഉണർത്തുകയാണ് ചെയ്തത്. ഇത്രയും നാളും പരമ്പരാഗതമായി മുസ്ലിങ്ങളെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് ഇനിയിപ്പോൾ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം BJPയുടെ വിജയത്തിന് പിന്നിൽ ഹിന്ദുക്കളാണ് എന്ന സത്യം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസും ഹിന്ദുക്കളെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകാനാകും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശക്തി എന്താണെന്ന് അറിയിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ഭാരതത്തിന് വലിയൊരു തിരിച്ചു നൽകേണ്ട അവസരമായി കഴിഞ്ഞിട്ടുള്ളൂ. അതിന് തയ്യാറെടുക്കാനുള്ള ആഹ്വാനമാണ് ISന്റെ മുഖപത്രമായ വോയിസ് ഓഫ് ഹിന്ദിലൂടെ എന്തായാലും ഇപ്പോൾ ISIS പുറത്തുവിട്ടിരിക്കുക. എന്തായാലും ഈ ലേഖനത്തിന് തൊട്ടു മുൻപ്, അതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 മൊഡ്യൂളിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഒരു വീഡിയോ രൂപത്തിൽ IS പുറത്തുവിട്ടിരുന്നു. അത് ജമ്മു കാശ്മീരിന്റെ അതിർത്തി പ്രദേശമാണ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത ജാഗ്രത എല്ലാ സംസ്ഥാനങ്ങളിലും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകളും നിരവധി അന്വേഷണങ്ങളും ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റ് ഏജൻസികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഹിണി. ശരി ഉമേഷ്, ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും തുടച്ചു നീക്കേണ്ട സമയമായി എന്ന ആഹ്വാനവുമായി IS. വീട് വൃത്തിയാക്കാൻ മാലിന്യങ്ങൾ പുറത്തുകളയും പോലെ ഹിന്ദുക്കളെ മുഴുവൻ പുറത്താക്കണമെന്നും IS മുഖപത്രമായ വോയിസ് ഓഫ് ഹിന്ദ്. ഹിന്ദു ഏകീകരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഹരിദ്വാറിലെയും ഋഷികേശിലെയും വാരണാസിയിലെയും ഹിന്ദു സന്യാസിമാരെയും ലക്ഷ്യം വയ്ക്കണം എന്നും ആഹ്വാനമുണ്ട്. CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.